എനിക്ക് പറയാനുള്ളത് എന്റെ ഭൂതകാലത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നതാണ്. ഉദാഹരണത്തിന് 3 വർഷം മുൻപ് എന്റെ വിവാഹം കഴിഞ്ഞു. 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചുപോയി. അതോടെ ഞാൻ പൂർണ്ണമായും തകർന്നുപോയി. ആ കാര്യങ്ങളിൽ നിന്ന് ഞാൻ കരകയറാൻ ശ്രമിക്കുകയാണ്. എന്റെ മാനസികാവസ്ഥയിൽ ഞാനിപ്പോൾ സുഖം പ്രാപിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള സ്ഥിരത ലഭിക്കുന്നില്ല. ഭൂതകാലത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിലുള്ളതിൽ ഏറ്റവും നല്ലതും ഏറ്റവും ഉയർന്നതുമായ കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം മുഴുകുക. ശരി, നിങ്ങൾ ഇപ്പോൾ യുവത്വത്തിലാണ്. നിങ്ങൾ വിദ്യാസമ്പന്നനാണ്. ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നു. നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല അവസരങ്ങളോ അല്ലെങ്കിൽ ന്യായമായ വെല്ലുവിളികളോ സ്വീകരിക്കുക. അതിനായി സമർപ്പിക്കുക. ഭൂതകാലം മറക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും ഭൂതകാലം മറക്കാനുള്ള വഴി ഇതുതന്നെയാണ്. അതായത് വർത്തമാനകാലത്ത് ശരിയായ ഒരു ജോലി, മൂല്യമുള്ള ഒരു ദൗത്യം തിരഞ്ഞെടുക്കുക. ശരിയായ ജോലിക്കും കുറെ തടസ്സങ്ങൾ വരും. ആളുകളുടെ സംസാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ സംസാരമിളയും ഉള്ളിലെ അഹങ്കാരത്തെയും നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അത് നമ്മെ ബാധിക്കില്ല. അങ്ങനെയല്ലേ? ഇന്നത്തെ ലോകത്ത് ആരും നിങ്ങളുടെ കൈയും കാലും കെട്ടിയിടുന്ന തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കില്ല. ഇന്ന് നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള തടസ്സങ്ങളാണ് വരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമുക്ക് വിഷമമായി. അതുള്ളിലുള്ള അഹങ്കാരത്തിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് മുന്നിലുള്ള ആ വ്യക്തിയെയും ചിന്താഗതിയെയും മാറ്റാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ കൃഷ്ണന്റെ ഉയർച്ച കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, മുന്നിൽ നിൽക്കുന്നത് ഒരു ദുർബലനല്ലേ? ഞാൻ എന്തിനാണ് ഇവന്റെ വാക്കുകൾ കേൾക്കുന്നത്? കൃഷ്ണന്മാരുടെ കൂടെ നിൽക്കുന്നതിന്റെ പ്രയോജനം ഇതാണ്. ഈ ഭൂമിയിൽ കറങ്ങി നടക്കുന്ന ഈ ദുർബലന്മാരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും. നിങ്ങൾ പറയും, എവിടെ ആ ഉന്നത വ്യക്തികൾ, ചരിത്രപുരുഷന്മാർ, മഹാമനുഷ്യർ? ഞാൻ കേൾക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കും. ഈ ചുറ്റും കറങ്ങുന്നവർക്ക് എന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ എന്തിനാണ് അധികാരം നൽകുന്നത്? അതെ, അവർക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ ഞാൻ കേൾക്കില്ല.